ലോഷനിൽ ഡിസപ്പോയിന്റഡ് ആവില്ല. പെട്ടെന്ന് ഇതിന്റെ റിസൾട്ട് ഉണ്ടാവും. ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓയിലി സ്കിന്നാണ്, കളിയാക്കണ കാരണം. അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫേസ് കഴുകാൻ പാടില്ല. എന്താ പറഞ്ഞിരുന്നത് കുറേ വേണ്ട, കുറച്ച്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതിൽ എൻ്റെത് ഓയിലി സ്കിന്നാണ്. എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. ഞാൻ ചെറുപ്പം മുതലേ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നത് ഓയിലി സ്കിന്നാണ്. അതിൻ്റെ കൂടെ പഠിച്ചിരുന്നവർക്കൊക്കെ അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പൗഡർ ഇട്ടാൽ പോലും അത് ഭയങ്കരമായിട്ട് ഓയിലിയായി ഭയങ്കര മേക്കപ്പ് ഇട്ട പോലെ ഫീൽ ആവും. ഈ ഓയിലി സ്കിന്നിലുള്ള ആൾക്കാരിൽ തന്നെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഓയിലി സ്കിന്ന് ഇഷ്ടമില്ലാത്തവരുണ്ട്, എന്ന് വെച്ചാൽ തീരെ ഇഷ്ടമല്ല. വേറൊരു ടൈപ്പ് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിന്ന് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ടാൽ മതി, അപ്പം തന്നെ നല്ല മേക്കപ്പ് ഇട്ട പോലെ ഒരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടും. അത് കാരണം ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതൊന്നും അല്ലാത്ത നടക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എൻ്റെ പോലെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിൻ ഇഷ്ടമാണ്, എന്നാലും ഭയങ്കര ഓയിലി സ്കിന്നുള്ളത് എന്തോ ഭയങ്കര പുറത്തിറങ്ങാൻ തന്നെ എന്തോ ഒരു ഇഷ്ടക്കേട് പോലെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോരുത്തരും ഇങ്ങനെ ഓവർ മേക്കപ്പ് ആണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കണ കാരണം. അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. സോപ്പ് ഉപയോഗിച്ച് ഫേസ് കഴുകാൻ പാടില്ല. അത് ഓയിലി സ്കിന്നല്ല, ഡ്രൈ സ്കിന്നാണെങ്കിലും സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പാടില്ല. നല്ലൊരു ഫേസ് വാഷ് നിങ്ങളെ സ്കിന്നിന് ചെയ്തൊരു ഫേസ് വാഷ് നോക്കിയിട്ട് യൂസ് ചെയ്യാം. പ്രോപ്പറായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യണം. പുറത്തുനിന്ന് നല്ല സൗണ്ട്, അത് കാരണമാണ് ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. ഭയങ്കര സൗണ്ട് ഉണ്ട്, ഭയങ്കര ബഹളുണ്ട്. നോക്കട്ടെ, എന്താ പറഞ്ഞിരുന്നത് ആ ഫുഡ് പ്രോപ്പറായിട്ട് നോക്കണം. കാരണം വെച്ചാൽ ഓയിലി സ്കിന്നുള്ളവർക്ക് ഓയിലി ഫുഡ് കൺട്രോൾ ചെയ്തേ പറ്റും. ആദ്യത്തെക്കാളും എൻ്റെ സ്കിന്നിന് നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓയിലി കുറച്ച് കുറവാണെന്ന് തന്നെ പറയാം. പക്ഷെ എനിക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഫുള്ള് ഓയിൽ തീരെ വേണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. കാരണം ഓയിലി സ്കിന്ന് ഉള്ളവർക്ക് മനസ്സിലാവും, കുറച്ച് ഇഷ്ടമാണ്. അത് കുറച്ച് ഗ്ലോ ആയിട്ട് നിൽക്കും, അത് കാരണം ഇഷ്ടമാണ്. അപ്പോൾ ഓയിലി സ്കിന്നിൽ നിന്ന് കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ അത്രയും ഹെൽപ്പ് ചെയ്തൊരു ക്രീം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫേസ് ക്രീം അല്ല കേട്ടോ, ഫേസ് ലോഷനാണ്. ലാക്ടോ കലാമിൻ ലോഷൻ, ഫേസ് ലോഷൻ. ഓയിലി സ്കിന്നുള്ള ഞാൻ തന്നെ പറയുന്നത് എൻ്റെ ഫേസിലുള്ള പിമ്പിൾസൊക്കെ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു ഫേസ് ലോഷനാണത്. ഇത് ചെറിയ ബോട്ടിൽ വരുന്നുണ്ട്. ഇത് 150 റുപ്പീസ് വരുന്നുണ്ട്. പിന്നെ 79 റുപ്പീസിലോ ഇതിൻ്റെ ചെറിയ ബോട്ടിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചെറിയ ബോട്ടിൽ മേടിച്ചിട്ട് യൂസ് ചെയ്യാം. അല്ലാത്തവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. നിങ്ങളൊരിക്കലും ഈ ഒരു ലോഷനിൽ ഡിസപ്പോയിൻറ്റഡ് ആവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ക്രീമൊന്നും പറ്റില്ല, ലോഷനൊന്നും പറ്റില്ല. കാരണം ഓയിലി സ്കിന്നാണല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് യൂസ് ചെയ്താലും ഒരു റിസൾട്ടും കിട്ടാറില്ല. ചിലപ്പോൾ തിരിച്ച് റിയാക്ട് ചെയ്യലാണ് പതിവ്. പക്ഷേ ഈ ഒരു ലോഷന് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 2-3 ഡേയ്സിനുള്ളിൽ തന്നെ റിസൾട്ട് ഉണ്ടാവും. ഞാനിതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ കണ്ടത് ഡെയിലി 2 ടൈംസൊക്കെ യൂസ് ആക്കാമെന്നാണ്. പക്ഷെ ഞാനിതാകെ ഡെയിലി 1 ടൈമാണ് യൂസ് ആക്കൽ. അപ്പോൾ തന്നെ എനിക്ക് ഒരു 4 ഡേയ്സിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻ അങ്ങനെ കുറച്ച് വേണം എന്നുള്ളവരാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 1-2 ദിവസം ഇടവിട്ടിട്ട് യൂസ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ പറയുള്ളൂ, ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മറക്കാണ്ടിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വയലറ്റാണ് ഇതിൻ്റെ കളറെന്ന് നോക്കാം. ഗ്രീനിൽ വരുന്നുണ്ട്. ഗ്രീനിൽ വരുന്നത് ഡ്രൈ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ടാണ് ഗ്രീൻ കളർ വരുന്നത്. ഓയിലി സ്കിന്നുകാർക്ക് വയലറ്റ് ബോട്ടിലാണ്. പിന്നെ ഇതിലത്തെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ലോഷൻ വരുന്ന ഭാഗം കുറച്ച് വലിയൊരു ഹോളായതുകൊണ്ട് തന്നെ നല്ലോണം നോക്കിയെടുക്കാം, ഇല്ലെങ്കിൽ ഇത് പോവും. എന്നുവെച്ചാൽ ഓവറായിട്ട് വരും. ഓവറായിട്ട് വേണ്ട. എന്താ ഈ ഒരു കളറാണ് ഇതിന് വരുന്നത്, പിങ്ക് കളർ. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. എനിക്ക് കഴിഞ്ഞ ഇയറിൽ വേഗം തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആയി പോകും. സൂപ്പർ.
വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബോക്സ് വന്നപ്പോൾ അറിയാലോ ചിക്കൻ ബോക്സ് വന്ന എന്താ അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് സംഭവം പിമ്പിൾസും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയുള്ള മോയ്സ്ചറൈസർ, സെറം, ഫേസ് വാഷ് എന്തും നമ്മൾ അടുത്ത വീഡിയോസുമായി വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടി മാത്രം നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ പല പല വീഡിയോസൊക്കെ ഉണ്ടാവും, വ്ളോഗ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗായ്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ബെല്ലൈക്കനും ഓണാക്കി വെക്കണം. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.